ഇന്ത്യയിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ ആളെ NIA പിടികൂടി. കൊൽക്കത്ത സ്വദേശി സഫർ റിയാസ് റിസ്വിയെയാണ് പിടികൂടിയത്. സൈന്യത്തിന്റെ വിവരങ്ങൾ അടക്കം ഇയാൾ പാകിസ്ഥാന് കൈമാറിയതായി NIA കണ്ടെത്തിയിട്ടുണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് ചേരുകയാണ് പുതിയ വിവരങ്ങളുമായി. റഷീദ്, ഇയാൾ എന്തൊക്കെ വിവരങ്ങൾ കൈമാറി എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് റഷീദ്? മഹേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള സഫർ റിയാസ് റിസ്വിയെ NIA പിടികൂടിയിരിക്കുന്നത്. സൈന്യത്തിന്റെ വിവരങ്ങളടക്കം ഇയാൾ പാകിസ്ഥാൻ പിഒകൾക്ക് കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ NIA അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഇയാൾ സഹായങ്ങൾ നൽകിയിരുന്നു. പ്രാദേശിക തലത്തിൽ നിന്നുള്ള സഹായങ്ങളാണ് ഇയാൾ നൽകി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീവ്രവാദ വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കുന്നതിനും ഇയാൾ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിന് വേണ്ടി ചാരവൃത്തി നടത്താൻ കൂടുതൽ ആളുകളെ ഈ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങളിലും ഇയാൾ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2005 മുതൽ നിരവധി തവണ പാകിസ്ഥാനിലേക്ക് ഇയാൾ യാത്ര ചെയ്യുകയും ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് വിവാഹം കഴിച്ചതായുമുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ NIA പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും നാളെ ഇയാളെ ഡൽഹിയിൽ എത്തിച്ച് പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കുകയും ചോദ്യം ചെയ്യലിനായി റിമാൻഡിൽ വിടണമെന്നുള്ളൊരു ആവശ്യം കോടതിക്ക് മുമ്പാകെ NIA സമർപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 2005 സമാനമായിട്ടുള്ള രീതിയിൽ UAPA കേസിൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അയക്കുകയും ഇതിന് പിന്നാലെ നടന്നിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാളെ കൊൽക്കത്തയിൽ നിന്ന് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രാജ്യത്തിനകത്ത് തീവ്രവാദ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും സൈന്യത്തിന്റെ അടക്കമുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. മഹേഷ്, ശരി, കൊൽക്കത്തയിൽ നിന്നാണ് ഇയാളെ NIA പിടികൂടിയത്.